അപ്പോൾ നമ്മളെ വീട്ടുകളിൽ അവിലൊക്കെ കൊടുന്ന് വെച്ചിരിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ കുറച്ച് അവിലെടുക്കും, കുറച്ച് പഞ്ചസാരയും തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട് കഴിക്കും, അല്ലെങ്കിൽ ചായയിൽ കുറച്ച് അങ്ങോട്ട് ഇട്ടിട്ട് കഴിക്കും. എന്നിട്ട് ബാക്കി ആ കവറിൽ കാണാം കുറച്ച് അവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇന്നിതുപോലെ എനിക്ക് ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഈ ഒരു ഐഡിയ ചെയ്ത് നോക്കിയിട്ടോ. ചെയ്ത് നോക്കേണ്ട താമസം പാത്രം കാലിയായിട്ടോ. അത്രയ്ക്ക് നല്ല രുചിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ കുട്ടികൾക്ക് നല്ല വലിയവർക്കും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ലൊരു പലഹാരമാണ്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടേ ആദ്യമൊക്കെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് പിന്നെ അതേ ഒരു കപ്പ് അവിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അവിലിനെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി അതാണ്ട് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യമൊക്കെ ഞാനൊരു ചട്ടകം വെച്ചിട്ട് വറുത്ത് നോക്കി. അപ്പോൾ ഒരു കൈക്കൊരു ഏനം കിട്ടണില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു കയ്യിലെടുത്തിട്ട് നന്നായി ഒന്നാണ്ട് വറുത്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കൈ വെച്ചെടുത്ത് നോക്കിയപ്പോൾ പൊട്ടണമൊന്നുമില്ല. അപ്പോൾ ഒന്നും കൂടി അങ്ങോട്ട് വറുത്തതിൻ്റെ ശേഷം ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഇനി അതവിടെ ഇരുന്ന് ചൂടാറട്ടെ. ഇനി ആ ചീൻചട്ടിയിൽ തന്നെ കുറച്ച് പച്ച നിലക്കടലയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി അങ്ങോട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഒന്നങ്ങോട്ട് വറുത്ത് വന്നതിന് ശേഷം ഞാനിങ്ങനെ കൈ വെച്ച് നോക്കുമ്പോൾ തീരെ ആകണില്ല കേട്ടോ ഇത്. അപ്പോൾ എന്ത് കാട്ടി, കുറച്ച് ഉപ്പിട്ടെടുത്തിട്ട് ആക്കിയപ്പോൾ പിന്നെ സംഭവം വേഗം റെഡിയായി കിട്ടി കേട്ടോ. ഒരുപാട് കരിയാണ്ട് നല്ല രീതിക്ക് തന്നെ വേഗത്തിൽ വറുത്ത് കിട്ടി. അപ്പോൾ അങ്ങനെ വറുത്തെടുത്തിട്ട് ഇതും അങ്ങനെ ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ആദ്യമൊക്കെ നമ്മൾ വറുത്തിട്ടുണ്ടായിരുന്നില്ല അവിൽ, അതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചെറിയ ജാറെടുത്തിട്ട് അതിൽ നമ്മൾ വറുത്ത് വെച്ച അവിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് കേട്ടോ ഇട്ടിട്ട് പൊടിച്ചിട്ടുള്ളത്. അത് ഒരു ട്രിപ്പായിട്ടൊക്കെ പൊടിച്ചെടുക്കണവർക്ക് എടുക്കുക. ഞാൻ ഇനി അത് തെറിച്ച് പോകുക എന്തെങ്കിലുമൊക്കെ ആയാലോ എന്ന് വിചാരിച്ചിട്ട് 2 പ്രാവശ്യമാക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനി ഉരുക്കി വെച്ചതായിരുന്നു ഇത് ആ ചീനച്ചട്ടിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിൻ്റെ ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അവിലിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചിട്ട് തിളക്കൊന്നും വേണ്ട, അത് തിളക്കണതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ അവിലിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് അങ്ങോട്ട് ഇളക്കിയെടുത്തതിൻ്റെ ശേഷം നമ്മൾ നിലക്കടല വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് അങ്ങനെ മിക്സിയുടെ സൈഡ് കാക്കിയിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. പൊടിക്കുക പറഞ്ഞാൽ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞാൽ പിന്നെ ഒരു ടേസ്റ്റ് കിട്ടൂല നമുക്ക്. അപ്പോൾ ഇങ്ങനെ പുട്ടിനൊക്കെ നമ്മൾ മാവ് ഇങ്ങനെ എടുക്കൂലേ കറക്കിയിട്ട്, ആ രീതിക്ക് 2-3 പ്രാവശ്യം ഇങ്ങനെ പെട്ടെന്ന് ആക്കിയെടുത്താൽ ഇതുപോലെ ആക്കി കിട്ടും കേട്ടോ. എന്നിട്ട് ബാക്കി നമ്മൾ തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയും കൂടിയിട്ടിട്ട് നന്നായി ഒന്നാണ്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ലൂസാണെന്നുണ്ടെങ്കിൽ കുറച്ച് അവിലും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ പൊടിക്കാണ്ട് തന്നെ അവിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്നങ്ങോട്ട് ടൈറ്റായി കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ അത് ടൈറ്റായി വന്നോളൂ കേട്ടോ. കാരണം അവിലല്ലേ നന്നായിട്ട് വെള്ളം കുടിക്കുന്ന സാധനമാണ് അവിൽ. അപ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ ഇളക്കുമ്പോൾ നമുക്ക് ഇത് കട്ടിയായി കിട്ടും. അങ്ങനെ അത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക വേണ്ടുള്ളൂ. അപ്പോൾ നന്നായി ചൂടാറിയതിന് ശേഷം നമുക്കിതിങ്ങനെ ഓരോ പിടിയായിട്ട് എടുത്തിട്ട് ഉരുണ്ടാക്കിയിട്ട് വെക്കാം. അപ്പോൾ വൈകുന്നേര സമയത്തൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നല്ല അടിപൊളിയാണ് കേട്ടോ. കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുക്കണേ. പിന്നെ അത് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.